പട്ടാമ്പി ഉപജില്ലയിലെ മികച്ച വിദ്യാലയത്തിലേക്ക് സ്വാഗതം. AUPS മണ്ണൈങ്കോട് 2025-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട AUPS മണ്ണൈങ്കോട്. കൊണ്ടോട്ടി പെരിങ്ങാവ് സ്കൂളിൽ പെയിന്റിംഗ് ശില്പശാലയുമായി ആക്രിയൻസ് ടീം ക്യാമ്പ് നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് PK നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടോട്ടി പെരിങ്ങാവ് AUP സ്കൂളിന്റെ ചുമരുകളിൽ നിറങ്ങളാൽ വർണ്ണവിസ്മയമൊരുക്കി ആക്രിയൻസ് ടീം ക്യാമ്പ് നടത്തി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35ഓളം ചിത്രകാരന്മാരാണ് നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായി ക്യാമ്പ് ഒരുക്കിയത്. അപ്പം ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഞങ്ങളെ ഒരു കൂട്ടായ്മയുടെ പേരെന്ന് പറയുന്നത് ആക്രിക്കട കൂട്ടായ്മ എന്നാണ്. ആക്രിക്കട എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാം എന്താണ് ആക്രിക്കട എന്ന് നിങ്ങൾ പേരിടാൻ കാരണം എന്നുള്ളത്. അപ്പം ആ ഒരു പേരിൽ തന്നെ ഈ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ആക്രി എന്ന് പറയുന്നത് എന്താണ്, പഴയ സാധനങ്ങൾ വലിച്ചെറിയാന്നുള്ളത്. അപ്പൊ ആ പഴമയിൽ നിന്നും പുതുമയിലേക്ക് എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ആക്രിക്കട എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആക്രിക്കട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളിപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഈ ഒരു കലയുടെ മേഖലകളിൽ ബാക്ക് സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ മുന്നിലോട്ട് കൊണ്ടുവരിക, അപ്പം അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. ചുമരിലെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ സ്കൂളിലെ കൊച്ചുകുട്ടികളുടെ ഇടയിൽ മാന്ത്രിക ലോകം തന്നെ സൃഷ്ടിക്കും. സ്കൂൾ PTA പ്രസിഡന്റ് PK നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ K രാജു മാസ്റ്റർ, ആക്രിയൻസ് ടീം ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ കടമ്പഴിപ്പുറം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ആക്രിക്കട എന്ന പേരിൽ ഒരു യുവ കൂട്ടായ്മ കേരളത്തിൽ രൂപീകരിച്ച് അവര് പ്രത്യേകിച്ച് ചില മേഖലകളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മേഖലകളിലും ഇവര് വിദ്യാലയങ്ങളിൽ അതോടൊപ്പം അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു വിസ്മയ കൂട്ടായ്മയാണ്, കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ആക്രിക്കട. എന്റെ വിദ്യാലയത്തിൽ അവർ വന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ എന്റെ ക്യാമ്പസിനെ, ഞങ്ങളുടെ ക്യാമ്പസിനെ ആകെ വർണ്ണാഭമാക്കി മാറ്റിയ ഒരു യുവ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രതിനിധികളും ചിത്രരചനയിൽ പങ്കാളികളായി.